ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തോരു മുൻപേടെ വരാൻ പോകുന്ന ഒരു മനോഹരമായ എപ്പിസോഡിന്റെ കഥയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ അലീന ഒരിക്കൽ കൂടി കൈതക്കൽ മാളിക വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഒരിക്കൽ അവൾ അവസാനമായി കൈതക്കൽ മാളിക വീട്ടിലേക്ക് അവൾ വന്നത് എല്ലാവരോടും യാത്ര പറയാനായിരുന്നു. താൻ നെടുമ്പുരക്കൽ വീട്ടിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ് എന്ന് പറയാൻ വേണ്ടിയായിരുന്നു കൈതക്കൽ മാളിക വീട്ടിലേക്ക് ഒരു വേലക്കാരിയായി, ഒരു ആശ്രിതയായിട്ടായിരുന്നു അലീന പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവൾ മടങ്ങി വരുന്നത് ആ വീട്ടിലെ മകളായിട്ടാണ്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് അലീനയുടെ തിരിച്ചുവരവ്. കൈതക്കൽ മാളിക വീട്ടിലേക്ക് ലക്ഷങ്ങൾ വിലയുള്ള ഒരു കാറ് കയറി വന്നു. ആരാണ് എന്താണെന്നറിയാതെ പെട്ടെന്ന് കമലം മുറ്റത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ കാറിനുള്ളിൽ നിന്ന് ഇറങ്ങിയ ആ സ്ത്രീയെ കണ്ട് ആകെ അമ്പരന്ന് നിൽക്കുകയാണ് നമ്മുടെ കമലാട്ടോ. അത് മറ്റാരുമായിരുന്നില്ല, എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അലീനയായിരുന്നു ആ ലക്ഷങ്ങൾ വിലയുള്ള കാറിൽ വന്നിറങ്ങിയത്. ഇവൾക്ക് ഇവിടുന്ന് ഇത്രയും വിലയുള്ള കാറൊക്കെ കിട്ടി? ആരാണ് ഇവളെ ഇപ്പം സംരക്ഷിക്കുന്നത്? അപ്പോഴും കമലയുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ മോശപ്പെട്ടൊരു ചിന്തയായിരുന്നു കേട്ടോ. വല്ലവന്റെയും കൂടെ പോയി കാശുണ്ടാക്കിയതായിരിക്കും അവൾ എന്നായിരുന്നു അപ്പോഴും കമലയുടെ ചിന്താഗതി. പക്ഷെ ആരുടെ മുന്നിലും കമല അത് തുറന്നു പറഞ്ഞില്ല. അങ്ങനെ അലീന കൈതക്കൽ മാളിക വീട്ടിലേക്ക് തിരിച്ചു കയറി വരികയാണ്. കമലയെ കണ്ടതും അമലാന്റിക്ക് സുഖമല്ലേ എന്ന് അലീന ചോദിക്കുന്നുണ്ട്. ഓ, എന്റെ സുഖവിവരം അന്വേഷിക്കാനാണോ നീ ഇപ്പൊ വന്നത്? അല്ല, നിനക്ക് എവിടുന്ന് കിട്ടി ഈ കാറും പത്രാസൊക്കെ? അതൊക്കെ പറയാൻ തന്നെയല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, ഒക്കെ വഴിയെ പറയാം. അങ്ങനെ അവര് തമ്മിൽ സംസാരിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഉള്ളിൽ നിന്ന് മനു പുറത്തേക്ക് വരുന്നത്. ഓ, നീ വന്നോ? ഞാൻ നിന്നെ അങ്ങോട്ട് വന്ന് കൂട്ടിക്കൊണ്ട് വരാമെന്നല്ലേ പറഞ്ഞത്? നീ എന്തിനാ എടുത്തു ചാടി ഇങ്ങോട്ട് വന്നത്? അല്ല മനുവേട്ടാ, എന്തായാലും ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചതല്ലേ, ഇത്ര ദൂരം ഞാൻ വന്നില്ലേ അവിടുന്ന്. അപ്പൊ ഇങ്ങോട്ട് വരാൻ ഇനി എത്ര ദൂരമുണ്ട്? ഞാൻ ഒറ്റയ്ക്ക് വന്ന് പോയിക്കോളാലോ. ഓ, നിന്റെ പപ്പ നിനക്കിപ്പൊ കാറൊക്കെ തന്നു വിട്ടയച്ചിരിക്കല്ലേ? ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, വാ, എല്ലാവരും നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നും പറഞ്ഞ് അലീനയെ മനു അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. എന്തിനാവോ ഇവൻ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്? അല്ലെങ്കിലേ ഇവിടെ 100 കൂട്ടം പ്രശ്നങ്ങളാ, അതിന്റെ ഇടയിലേക്ക് പോയ പിശാചിനെ പിന്നെയും കൊണ്ടുവന്നിരിക്കുക എന്നെല്ലാം പിറുപിറുത്ത് കമലയും പിന്നാലെ പോകുന്നുണ്ട്. അകത്തളത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ശിവശങ്കര മേനോനും രാജീവ് മേനോനും ഗംഗാധര മേനോനും ഗംഗാധരന്റെ ഭാര്യയായിട്ടുള്ള മാലതി, മുത്തശ്ശി എല്ലാവരും ഉണ്ടായിരുന്നു. കമലയും ഉണ്ട്. കമല, ഹരി, മനു, ഹരിയുടെ പെങ്ങള് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ മുന്നിലെല്ലാം വെച്ച് വൈജ മാത്രം ഉണ്ടായിരുന്നില്ല. ആ ദിവസത്തിന് 2 ദിവസം മുന്നേ വൈജയും വൈജയുടെ വീട്ടുകാരും മൂടി വെച്ചിരുന്ന ഒരു രഹസ്യം ബാലചന്ദ്രൻ എല്ലാ കുടുംബക്കാരുടെ മുന്നിൽ വെച്ചും വിളംബരപ്പെടുത്തുന്നുണ്ടായിരുന്നു. വേറൊന്നുമല്ല, ബാലചന്ദ്രനുമായിട്ടുള്ള വിവാഹത്തിന് മുന്നേ, അതായത് 23 വർഷം മുന്നേ മറ്റൊരു പുരുഷനാൽ അല്ലെങ്കിൽ മറ്റൊരു പുരുഷന്റെ കുഞ്ഞിനെ പ്രസവിച്ചവളാണ് വൈജയന്തി എന്നുള്ള കാര്യം ബാലചന്ദ്രൻ വളരെ സങ്കടത്തോടെ എല്ലാവരോടും തുറന്നു പറയുകയുണ്ടായിട്ടോ. അതിനോടനുബന്ധിച്ചിട്ടാണ് മാലതി വിളിച്ചിട്ടാണ് അലീന കൈതക്കൽ മാളിക വീട്ടിലേക്ക് വീണ്ടും വന്നിരിക്കുന്നത്. അപ്പോഴും കമലയ്ക്കും കുടുംബക്കാർക്കൊക്കെ വൈജയോട് ഉണ്ടായിരുന്ന ആ ഒരു മതിപ്പും ആ ഒരു ബഹുമാനവും ഒക്കെ പോയി തുടങ്ങിയിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടാണ് അവൾ പതിവ്രതയായിട്ടും ഇത്ര അഹങ്കരിച്ച് നടന്നിരുന്നത് എന്നെല്ലാമാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ അതൊക്കെ പൊളിഞ്ഞത് കൊണ്ട് തന്നെ കൈതക്കൽ മാളിക വീട്ടിൽ നിന്ന് അന്ന് തന്നെ വൈജയന്തി പുറത്തേക്ക് പോയിരുന്നു കേട്ടോ. എങ്ങോട്ടാണ്, എന്തിനാണ് എന്നൊന്നും പറയാതെ പോയിരുന്നു. അപ്പൊ അലീനയുടെ തിരിച്ചുവരവ് അലീന ആരാണ്, എന്താണ് എന്ന് എല്ലാവരുടെ മുന്നിലും അറിയിക്കാനുള്ള ഒരു വരവായിരുന്നു കേട്ടോ. മാലതിയാണ് അലീനയെ വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ അലീന കയറുന്നുണ്ട്, മുത്തശ്ശിയോട് സംസാരിക്കുന്നുണ്ട്. മുത്തശ്ശിക്ക് അറിയാം അലീന ആരാണ് എന്താണെന്നൊക്കെ. മുത്തശ്ശിയോട് സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിനക്ക് സുഖമല്ലേ, നീ അവിടെ സന്തോഷമായിട്ടല്ലേ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഏറെ സന്തോഷവതിയായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, എന്നെ പൊന്നു പോലെയാണ് പപ്പ നോക്കുന്നത്. ഞാൻ ഇവിടെ ഒരു വേലക്കാരിയായിരുന്നെങ്കിൽ ഞാൻ അവിടെ രാജകുമാരിയാണ് മുത്തശ്ശി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവർക്കൊരു കുറ്റബോധം തോന്നുന്നുണ്ട് കേട്ടോ. തന്റെ സ്വന്തം മകളുടെ കുഞ്ഞിനെയാണ് ഇങ്ങനെ ഒരു വേലക്കാരുടെ സ്ഥാനത്ത്, ഒരു ഹോം നേഴ്സ് ആയിട്ട് ഒക്കെ ഞാൻ കണ്ടിരുന്നത്, ഞാൻ കുറ്റപ്പെടുത്തിയിരുന്നത്. എങ്ങനെയായിരുന്നു ആൾ അവിടെ ജീവിച്ചിരുന്നത്? സ്വന്തം അമ്മയെ കാണാനായിട്ട് വന്നവള് ഒരു വേലക്കാരിയായ വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് എല്ലാവരുടെയും ആട്ടും തുപ്പും കേട്ടിട്ടല്ലേ ആ വീട്ടിൽ ജീവിച്ചിരുന്നത് എന്നൊരു മനോവിഷമം മുത്തശ്ശിയുടെ മനസ്സിൽ ഓടി മറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ അങ്കിൾമാരോടൊക്കെ അലീന സുഖവിവരം അന്വേഷിക്കുന്നുണ്ട്. അതിനുശേഷം കമലയെയും ഹരിയെയും എല്ലാവരെയും വിളിച്ചു വരുത്തി
ഗംഗാധര മേനോനാണ് ആ സത്യം വെളിപ്പെടുത്തുന്നത് കേട്ടോ. ബാലചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നെല്ലാം ഞങ്ങൾ മറച്ചു വെച്ച കാര്യങ്ങളായിരുന്നു. വൈജയ്ക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റി. പക്ഷെ അതിന് കാരണക്കാരൻ ഞങ്ങൾ തന്നെയാണ്. വൈജ അയാളുമായി ജീവിക്കാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അവള് അവിടെ വിവാഹം കഴിച്ച് അവിടെ തന്നെ സെറ്റിൽ ചെയ്യണം എന്നൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ അന്ന് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ജാതി മത ബോധങ്ങൾ കാരണം ഞങ്ങൾ അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നു. നാട്ടുകാരുടെ കുറ്റം പറച്ചിലുകളും കുടുംബക്കാരുടെ അധിക്ഷേപമൊക്കെ നേരിടേണ്ടി വരും എന്നറിഞ്ഞത് കൊണ്ട് തന്നെ ഞങ്ങള് അതെല്ലാം അവഗണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതൊന്നും അനുഭവിക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം വൈജയെ അയാളിൽ നിന്ന് അകറ്റുകയായിരുന്നു. അത് ഞങ്ങൾ ചെയ്ത തെറ്റാണ്. അതുകൊണ്ടാണ് വൈജയ്ക്ക് ഇന്ന് ഇങ്ങനെ എല്ലാവരുടെ മുന്നിലും ഈ അപമാനം നേരിടേണ്ടി വന്നത്. വൈജയെയും സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞിരുന്ന ഒരാളുമായാണ് വൈജ പ്രണയത്തിലായിരുന്നതും അയാളുമായി ആഗ്രയിൽ താമസം തുടങ്ങിയതും അയാളുടെ കുഞ്ഞിനെ പ്രസവിക്കാനിരുങ്ങിയതും എല്ലാം ഞങ്ങൾ അറിയാതെയായിരുന്നു. ഞങ്ങൾക്ക് ആ ബന്ധത്തിൽ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാൻലി ജോസഫിന്റെ കുടുംബക്കാരുമായി ആലോചിച്ചാണ് ഞങ്ങൾ വൈജയെ കൂട്ടിക്കൊണ്ടുവന്നതും വൈജ പ്രസവിച്ച കുഞ്ഞ് മരിച്ചുപോയി എന്ന് ധരിപ്പിച്ചതും എല്ലാം ഞങ്ങൾ രണ്ടു വീട്ടുകാരും ആലോചിച്ചെടുത്ത തീരുമാനങ്ങളായിരുന്നു. അത് രണ്ടുപേർക്കും നല്ലത് വരുത്തുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷെ ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ അനുമാനങ്ങളെയെല്ലാം പാടെ തെറ്റിച്ചുകൊണ്ടായിരുന്നു വൈജ പ്രസവിച്ചിരുന്ന പെൺകുഞ്ഞ് ജീവനോടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങളിൽ നിന്ന് പോലും ഞങ്ങളുടെ അച്ഛൻ മറച്ചു വെച്ചു. അച്ഛൻ അവളെ ഒരു അനാഥാലയത്തിൽ ഏൽപ്പിച്ചിരുന്നു. അവൾ വളർന്നു വലുതായി വീണ്ടും തിരിച്ച് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് തന്നെ വരുമെന്നൊന്നും ഞങ്ങൾ അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ കുഞ്ഞാണ് അലീന. നിങ്ങളെല്ലാം വേലക്കാരിയായും ഹോം നേഴ്സായും കുത്തി നോവിച്ചിരുന്ന, അവഗണിച്ചിരുന്ന, അപമാനിച്ചിരുന്ന ആ പെൺകുഞ്ഞ്, അല്ലെങ്കിൽ ഈ വീട്ടിലെ വൈജയുടെ മൂത്ത സന്തതി, ഈ വീട്ടിൽ ജനിക്കേണ്ടവളായിരുന്നു അവളാണ് അലീന. കഴക്കൂട്ടത്തെ ഒരു ഓർഫനേജിലാണ് അച്ഛൻ അവളെ ഏൽപ്പിച്ചിരുന്നത്. അച്ഛൻ തന്നെയല്ലേ ഇവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതും. അച്ഛൻ അറിയായിരുന്നു വൈജയുടെ മകളാണ് അലീന എന്ന്. പിന്നീട് അത് ഞങ്ങൾക്കും മനസ്സിലായി തുടങ്ങിയിരുന്നു. മനുവിനെ അറിയാമായിരുന്നു അലീന വൈജ ആന്റിയുടെ മകളായിരുന്നുവെന്ന്. ഇനി അറിയാൻ ബാക്കിയുള്ളത് നിങ്ങൾ കുറച്ചു പേര് മാത്രമാണ്. നിങ്ങൾ കൂടി മനസ്സിലാക്കണം അലീന ആരായിരുന്നു, എന്തായിരുന്നു, എന്തിനാണ് അവൾ വന്നത്, എന്തിനാണ് നിങ്ങളോടെല്ലാം അവൾ ഇത്രയും സ്നേഹം കാണിച്ചത്, എന്തുകൊണ്ടായിരുന്നു എന്നെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയാണ് ഈ വൈകിയ വേളയിലാണെങ്കിലും അലീനയെ ഞങ്ങൾ വിളിച്ചു വരുത്തിയത്. ഇനിയെങ്കിലും അലീനയ്ക്ക് കിട്ടേണ്ട സ്നേഹവും പരിഗണനയും കിട്ടണം. അതിനു കൂടി വേണ്ടിയാണ് അവളെ വിളിച്ചു വരുത്തിയത്. അവൾ ഇവിടെ അവളുടെ അമ്മയെ കാണാൻ വന്ന അവളുടെ സഹോദരങ്ങളുടെ കൂടെ ജീവിക്കാൻ വന്ന അവൾ ഇവിടെ വേലക്കാരിയും മോശക്കാരിയുമായി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ ഇപ്പൊ താമസിക്കുന്ന അവളുടെ അച്ഛന്റെ വീട്ടിലാണ്. അവളുടെ സ്വന്തം പപ്പയുടെ വീട്ടിൽ അവൾ രാജകുമാരിയാണ്. അയാൾ അവളെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഊഴമാണ്. നമുക്കും അവൾക്ക് നമ്മൾ പ്രായശ്ചിത്തം ചെയ്യണം. അവൾ ഈ 23 വർഷം അനുഭവിച്ച കഷ്ടങ്ങൾക്കും സഹിച്ച ത്യാഗങ്ങൾക്കും വേണ്ടി നമുക്ക് അവൾക്ക് പ്രായശ്ചിത്തം ചെയ്യണം. അതിനു കൂടി വേണ്ടിയാണ് ഞാൻ അവളെ വിളിച്ചു വരുത്തിയത്. ഇതെല്ലാം കേട്ട് ആകെ അമ്പരന്ന് നിൽക്കുകയാണ് കേട്ടോ കമലയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ വൈജയുടെ മോളായിരുന്നു അലീന. അവളെയാണോ ഞാനെല്ലാം ഇത്രയും കുത്തി നോവിച്ചത്? ചെയ്തത് പാപമാണ്, തെറ്റാണ് എന്നെല്ലാം മനസ്സിലാക്കുന്ന നിമിഷങ്ങളായിരുന്നു കേട്ടോ. ഇനി വരാൻ പോകുന്നത് ആണ് എല്ലാവരും ഞെട്ടിക്കുന്ന അടുത്തൊരു കാര്യം കേട്ടോ. മറ്റൊന്നുമല്ല, വൈജയുടെ പേരിലുള്ള സ്വത്തുക്കളിലെ പകുതി ഭാഗവും അതേപോലെ തന്റെ സഹോദരങ്ങളുടെ വൈജയുടെ സഹോദരങ്ങളായിട്ടുള്ള രാജീവ് മേനോന്റെയും ശിവശങ്കര മേനോന്റെയും ഗംഗാധര മേനോന്റെയും പക്കലുള്ള സ്വത്തുക്കളിൽ നിന്നും പകുതി ഭാഗം അലീനയുടെ പേർക്ക് എഴുതി വെച്ച ഒരു ഡോക്യുമെന്റ് ആണ് പിന്നീട് അലീനയ്ക്ക് അവര് നൽകുന്നത് കേട്ടോ. അത് അലീന ഒരിക്കലും പ്രതീക്ഷിക്കുന്ന കാര്യമല്ല കേട്ടോ. അപ്പൊ അലീന പറയുന്നത്, എന്താ അങ്കിൾ ഇത്, എനിക്കിതൊന്നും വേണ്ട, ഇതിനൊന്നും അല്ല ഞാൻ വന്നത്. ആയിക്കോട്ടെ മോളെ, ഇത് ഞങ്ങൾ നിനക്ക് തരേണ്ടതാണ്, നിനക്ക് അവകാശപ്പെട്ടതാണ്, അത് നീ വാങ്ങിച്ചേ പറ്റൂ. ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞങ്ങൾ ചെയ്യേണ്ട കാര്യമാണിത്. ഇല്ലെങ്കിൽ ഞങ്ങളുടെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല. നീ ഞങ്ങളുടെ വൈജയുടെ മകളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വത്തിനും പണത്തിനും എല്ലാത്തിനും നിനക്കും അധികാരമുണ്ട്. 23 വർഷം നീ എങ്ങനെ ജീവിച്ചു, അതിനേക്കാൾ സന്തോഷവതിയായിട്ട് ഒരു കുറവുകളും അറിയാതെ ഇനിയുള്ള കാലം നീ ജീവിക്കണം. അത് മാത്രമാണ് ഞങ്ങളുടെ ഇനിയുള്ള കാലത്തെ ആഗ്രഹം. അതിന് നീ ഇത് മേടിച്ചേ പറ്റൂ. ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി നീ ഇത് ഉപയോഗിക്കണമെന്നോ, നിനക്ക് ഇഷ്ടമുള്ള പോലെ നിനക്കിത് ചെലവാക്കാം. അതിനൊന്നും ആരും കണക്ക് പറയാനോ അതിൽ കൈ കടത്താനോ വരില്ല. അതുകൊണ്ട് തന്നെ നീ ഇത് മേടിക്കണം. നിനക്ക് നല്ല ഭാവിയെ ഓർത്ത് നീ ഇത് മേടിക്കണം പറയുമ്പോ അലീന പറയുന്നുണ്ട്, വേണ്ടെങ്കിൽ ഇതൊന്നും ആഗ്രഹിച്ചോ മോഹിച്ചോ അല്ല ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നത്.
ആദ്യം ഈ വീടിന്റെ പടി കയറി വന്നത് എന്റെ അമ്മേനെയും എന്റെ സഹോദരങ്ങളെയും ഒക്കെ കാണാലോ എന്ന് വിചാരിച്ചു മാത്രമാണ്. പക്ഷെ ആ ഒരു വരവ് ഇത്രയുമൊക്കെ എത്തിച്ചു. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്നാലും എന്റെ അമ്മയെയും അച്ഛനെയും എനിക്ക് കാണാൻ പറ്റി. എന്റെ സഹോദരങ്ങളുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റി. അതിൽ വലിയൊരു ഭാഗ്യം ഒന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് വേണ്ടാന്ന് പറയുമ്പോൾ പറ്റില്ല. നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് പോലും നീ ആരാണെന്ന് എല്ലാവരുടെ മുന്നിലും പറയാനും നിനക്ക് അവകാശപ്പെട്ടത് നിനക്ക് തരാനുമാണ്. അത് നീ വേടിച്ചേ പറ്റൂ. ഞങ്ങളെ വിഷമിപ്പിക്കരുത് മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ മുത്തശ്ശിയും പറയുന്നുണ്ട്, നീ വേടിക്കലീന, ഇത് നിനക്ക് അവകാശപ്പെട്ടതാണ്. ഞങ്ങൾ സന്തോഷത്തോടെ നിനക്ക് തരുന്നതല്ലേ, നീ വേടിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഡോക്യുമെന്റ് അലീനയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അലീന ഇപ്പൊ കോടീശ്വരിയാണ്. സ്റ്റാൻലി ജോസഫിന്റെ കോടിക്കണക്കിന് സ്വത്തുക്കളുടെ അവകാശി. അതേപോലെ കൈതക്കൽ മാളിക വീട്ടിലെ പകുതി മുക്കാൽ ഭാഗം സ്വത്തുക്കളുടെയും അവകാശിയാണ് അലീന. ഒന്നുമില്ലാതെ ഒരു അനാഥാലയത്തിൽ ജീവിച്ച് 23 വർഷം കഴിഞ്ഞ അവൾ ഇന്ന് കോടീശ്വരിയാണ്. കൈതക്കൽ മാളിക വീട്ടിലെ വൈജയന്തിയുടെയും കൊട്ടാരമറ്റത്തിൽ സ്റ്റാൻലി ജോസഫിന്റെയും നെടുമ്പുരയ്ക്കൽ വീട്ടിലെ ബാലചന്ദ്രന്റെയും കോടിക്കണക്കിന് സ്വത്തുക്കളുടെ ഏക അവകാശി അതായിരുന്നു പിന്നീട് അലീന. ഇതെല്ലാം വരാൻ പോകുന്ന ഒരു മനോഹരമായ എപ്പിസോഡാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമാവാണെന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്